ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM സ്ഥാപിച്ച ട്രെയിനാണ് പഞ്ചവടി എക്സ്പ്രസ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM സ്ഥാപിച്ച ട്രെയിനാണ് പഞ്ചവടി എക്സ്പ്രസ്. സർപ്പ ആപ്പ് ബ്രാൻഡ് അംബാസിഡറാണ് ടൊവിനോ തോമസ്. സർപ്പ ആപ്പ് ബ്രാൻഡ് അംബാസിഡറാണ് ടൊവിനോ തോമസ്. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായിട്ട് പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് കൊച്ചി. ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായിട്ട് പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് കൊച്ചി. അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യമായിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ജില്ല ആലപ്പുഴ. അമീബിക് മസ്തിഷ്ക ജ്വരം ആദ്യമായിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത ജില്ല ആലപ്പുഴ. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏത്? വിഴിഞ്ഞമാണ്. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണ്? വിഴിഞ്ഞമാണ്. മുണ്ട കലാപം നയിച്ച ബിർസ മുണ്ടയുടെ ജന്മദിനമായ നവംബർ 15 ഏത് ദിവസമായാണ് ഇന്ത്യയിൽ ഇപ്പോൾ ആചരിക്കുന്നത്? ജൻജാതീയ ഗൗരവ് ദിവസ്. ജൻജാതീയ ഗൗരവ് ദിവസ്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയും ജേതാക്കളായത് വിയാപുരം ചുണ്ടനാണ്. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ജേതാക്കളായത് വിയാപുരം ചുണ്ടനാണ്. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ചമനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ലൂർ ബാലൻ. 2025 ഫെബ്രുവരിയിൽ അന്തരിച്ച പച്ചമനുഷ്യൻ എന്നറിയപ്പെടുന്ന പരിസ്ഥിതി സംരക്ഷകനാണ് കല്ലൂർ ബാലൻ. മരങ്ങളുടെ അമ്മ എന്നും കാടിന്റെ എൻസൈക്ലോപീഡിയ എന്നും അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകയാണ് തുളസി ഗൗഡ. മരങ്ങളുടെ അമ്മ എന്നും കാടിന്റെ എൻസൈക്ലോപീഡിയ എന്നും അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകയാണ് തുളസി ഗൗഡ. VS അച്യുതാനന്ദൻ അന്തരിച്ചതെന്നാണ് 2025 ജൂലൈ 21. VS അച്യുതാനന്ദൻ അന്തരിച്ചതെന്നാണ് 2025 ജൂലൈ 21. ചെനാബ് റെയിൽപാലം രാജ്യത്തിന് സമർപ്പിച്ചത് 2025 ജൂൺ 6. ചെനാബ് റെയിൽപാലം രാജ്യത്തിന് സമർപ്പിച്ചത് 2025 ജൂൺ 6. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആർച്ച് റെയിൽവേ പാലമാണ് ചെനാബ് റെയിൽവേ പാലം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആർച്ച് റെയിൽവേ പാലമാണ് ചെനാബ് റെയിൽവേ പാലം. ചെനാബ് റെയിൽവേ പാലത്തിന്റെ ആകെ നീളം 1315 മീറ്ററാണ്. ചെനാബ് റെയിൽവേ പാലത്തിന്റെ ആകെ നീളം 1315 മീറ്ററാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ബസ് യാത്ര സൗജന്യമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടക. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ബസ് യാത്ര സൗജന്യമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കർണാടക. ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാനായി ഇന്ത്യൻ റെയിൽവേ നടപ്പിലാക്കിയ സംവിധാനമാണ് കവച്. ട്രെയിനുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ഇന്ത്യൻ റെയിൽവേ നടപ്പിലാക്കിയ സംവിധാനമാണ് കവച്. കുട്ടികളിലെ കുഷ്ഠരോഗബാധ പ്രാരംഭത്തിലെ കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ക്യാമ്പയിനാണ് ബാലമിത്ര 2.0. കുട്ടികളിലെ കുഷ്ഠരോഗബാധ പ്രാരംഭത്തിലെ കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് ബാലമിത്ര 2.0. വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാൻ AI സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ സ്മാർട്ട് ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് വയനാട്ടിലാണ്. വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാൻ AI സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച രാജ്യത്തെ ആദ്യത്തെ സ്മാർട്ട് ഫെൻസിംഗ് സ്ഥാപിക്കുന്നത് വയനാടിലാണ്. വ്യവസായ വകുപ്പിന് കീഴിൽ സജ്ജമാക്കുന്ന പരമ്പരാഗത വ്യവസായ കൈത്തറിയുടെ AI അധിഷ്ഠിത ആപ്പാണ് ഹാൻഡ്ലൂം ജാലകം. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. സാമൂഹ്യ പരിഷ്കരണ പദ്ധതിയായ യോഗ്യശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. തപാൽ വകുപ്പിൽ AI സേവനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ബീഹാറാണ്. തപാൽ വകുപ്പിൽ AI സേവനങ്ങൾ ഉപയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ബീഹാറാണ്. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരിച്ചീനികളുടെ പേരാണ് ശ്രീ അന്നവും ശ്രീ മന്നയും. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരിച്ചീനിയുടെ പേരാണ് ശ്രീ അന്നവും ശ്രീ മന്നയും. മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മക്കുറിപ്പിന്റെ രചയിതാവ് അരുന്ധതി റോയ്. മദർ മേരി കംസ് ടു മീ എന്ന ഓർമ്മക്കുറിപ്പിന്റെ രചയിതാവ് അരുന്ധതി